ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിനിലൊരു ആഡ് കണ്ടു. നാട്ടിൽ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് നടക്കുന്നതായിട്ട്. അപ്പം പൂനെ മഹാരാഷ്ട്രയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. 10th ആൻഡ് 13th ഡിസംബർ. അപ്പം ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 2 ടൈപ്പ് റിക്രൂട്ട്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് ലോക്കൽ റിക്രൂട്ട്മെൻറ്റ്, അതായത് നമ്മുടെ ഹസ്ബൻഡ് വിസ അല്ലെങ്കിൽ ഓൾറെഡി വിസിറ്റ് വിസയിലുള്ളവരെ ഹയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ഓവർസീസ് റിക്രൂട്ട്മെൻ്റ് ആണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് വിസയും സ്കൂൾ അക്കോമഡേഷനും ഒക്കെ ആ സ്കൂൾ പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാൻ കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷൻ അതാണ്. അപ്പം എനിക്കത് നേരത്തെ അറിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അറിയില്ലാത്തവർക്ക് ഈ ഇൻഫർമേഷൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാനിത് പാസ് ചെയ്യുന്നത്, ഈ ഇൻഫർമേഷൻ. അപ്പം നിങ്ങളൊരു ഫാമിലി ഉള്ള ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫോ കുട്ടികളോ അല്ലെങ്കിൽ ഹസ്ബൻഡോ കുട്ടികളോ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സാലറി ബേസ് ചെയ്തിട്ടാണ് അത് പറ്റുള്ളൂ. എല്ലാ സ്കൂളും നമുക്ക് അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾസ് അല്ലെങ്കിൽ ഫുൾ ഫാമിലിയെ നമുക്കിവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പാർട്ട്ണറും കൂടെ നല്ല ജോലി ഉണ്ടെങ്കിലാണ് ഒരു ടീച്ചർക്ക് ഇവിടെ, സാധാരണ സ്കൂളിലെ ടീച്ചർക്ക് ഇവിടെ ഫീസും റെൻറ്റും ഒക്കെ കൊടുത്ത് താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വന്നിട്ട് നിങ്ങൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം പാർട്ട്ണറെ കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ, ഇപ്പം നിങ്ങൾ അൺമാരീഡ് ആണ് അല്ലെങ്കിൽ അങ്ങനെ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഡ്രൈവ് അറ്റൻഡ് ചെയ്യാം. അപ്പം എല്ലാ സ്കൂൾസിനും പല പല സാലറി റേഞ്ചാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങൾ ഡ്രൈവിന് പോകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ത് ആണ് അവരുടെ ക്രൈറ്റീരിയ, എന്താണ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഈ മെയിൽ ഐ ഡിയിലോട്ട് ആദ്യം നിങ്ങളുടെ റെസ്യൂമെ അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തെ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവാണ് നിങ്ങൾ നോക്കിയിരിക്കേണ്ടത് ലിങ്ക്ഡിനിൽ. എന്നിട്ട് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാവുന്നതാണ്. അപ്പം എല്ലാവരും പറയും ഹസ്ബൻഡ് വിസയിലുള്ളവർക്കോ അല്ലെങ്കിൽ ഇവിടെ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളവർക്കായിരിക്കും കൂടുതൽ ചാൻസ് കിട്ടാൻ. ഇപ്പം അങ്ങനെയല്ല. ശരിക്കും നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾക്ക് അത്രയും എക്സ്പീരിയൻസ്ഡ് ഉണ്ടെങ്കിൽ സ്കൂൾസിന് നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് താല്പര്യമുണ്ട്. നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ അങ്ങനെ ചെയ്യും. ഇന്ത്യൻ സ്കൂൾസും ഇന്ത്യൻ മാനേജ്മെൻറ്റും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അവരുടെ സാലറി റേഞ്ചും ഒക്കെ ഒന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരാൻ. പെട്ടെന്ന് നിങ്ങളുടെ ഫാമിലി ഫുള്ളായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫീസും റെൻറ്റും വളരെ ഹൈ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ആരെങ്കിലും ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിലാണ് ഈ റിക്രൂട്ട്മെൻറ്റ്. കാരണം ലാംഗ്വേജ് ഫ്ലുവൻസി ഒക്കെ നോക്കിയിട്ടായിരിക്കണം. അപ്പം നിങ്ങൾക്ക് അത്രയും എബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ബാംഗ്ലൂരിലും കൊച്ചിയിലും ഒക്കെ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് വരാറുണ്ട്. നിങ്ങളത് ലിങ്ക്ഡിനിൽ ഫോളോ ചെയ്യുക. അതുപോലെ ഞാൻ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഞാനും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് അയച്ചു നോക്കൂ, അല്ലേ? നമുക്ക് നോക്കാൻ കിട്ടുമോ ഇല്ലയോ എന്ന്. എന്തായാലും അയക്കുന്നവർക്കും ഇനി ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ റിക്രൂട്ട്മെൻറ്റ് സീസണാണ്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് ജോലിക്ക് തപ്പുക, ടീച്ചേഴ്സായിട്ടുള്ളവരും അല്ലാത്തവരും. ഇതിപ്പോൾ ഞാൻ ടീച്ചർ ബേസ് ചെയ്ത് പറയുന്ന കാരണം എനിക്ക് അതിനകത്ത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അല്ലാതെ മറ്റ് പ്രൊഫഷൻ ആണെങ്കിലും ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് നടക്കാറുണ്ട്. ഓക്കെ.